ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ഫ്രൈഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ ഇന്നലെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. അപ്പോൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും നമ്മൾ ഷോർട്സോ അതുപോലെ തന്നെ ലോങ് വീഡിയോസോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. ആ ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം. നമ്മൾ ഒരു ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഒരു ഗ്രില്ലും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും ഇത് നമ്മുടെ ഫ്രൈഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ഫ്രൈഡേയിൽ ഒരുപാട് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നോർമലി ഒരു ഡേ തന്നെയാണ്. പിന്നെ ഒരു ഈവനിങ് നൈറ്റൊക്കെ ആകുമ്പോൾ ഒരു ഔട്ടിംഗ് വിശേഷം, പുറത്തേക്ക് പോകുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കിച്ചണിൽ കയറി ഇന്ന് ഒരു പൊട്ടറ്റോ കറി, നമ്മുടെ ഒരു സാധാ ഒരു കിഴങ്ങ് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ കടുക് പൊട്ടിക്കലും കാര്യങ്ങളും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കുക്കറിൽ വെച്ച് തന്നെ അങ്ങ് കുക്ക് ചെയ്തെടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് വേറെ പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് താളിക്കൽ കാര്യങ്ങൾ അതൊന്നും ലാസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് ഒരു വൺ പോട്ട് റെസിപ്പി എന്നുള്ള രീതിയിൽ ചെയ്ത് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുക്കർ എടുത്തു. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അത്രയും ഇട്ടു. അത് നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം ഒരു വലിയ സവോള, ഒരു അര തക്കാളി, പിന്നെ ഒരു 2-3 പൊട്ടറ്റോസ് ഇത്രയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വഴട്ടുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾറെഡി ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് പൊട്ടറ്റോ ഒരു കുറേയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പൊട്ടറ്റോ നന്നായിട്ടൊന്ന് ഉപ്പിട്ട് ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരുംജീരകപ്പൊടിയും അതാണ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് കുറച്ച് കൂടുതൽ പച്ചത്തേങ്ങ ഒക്കെ അരച്ച് ചേർക്കും. അപ്പം തേങ്ങ ചേർത്തിട്ടുള്ള നമ്മുടെ കിഴങ്ങ് കറിയാണ്. ഒരു മഞ്ഞ കളറിഞ്ഞിരിക്കും. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പെപ്പർ പൗഡറോ അതുപോലെ തന്നെ ചില്ലി പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കിഴങ്ങ് കറിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് കൂടുതൽ തേങ്ങ ചുരണ്ടിയതെടുത്തു. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ചു. പിന്നെ നമ്മുടെ പൊട്ടറ്റോ കറിയിലേക്ക് വെള്ളം ഒഴിച്ച് മാറ്റേണ്ട സമയമായി. പൊടികളുടെ പച്ചമണവും കാര്യങ്ങളൊക്കെ മാറി പൊടികളിട്ടിട്ട് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്രയുമാണ് ഞാൻ പൊടികളായിട്ട് ചേർത്തത്. പിന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു. ഇനിയൊന്ന് കുക്കർ അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. കാര്യം വെച്ചാൽ നമ്മുടെ തേങ്ങ നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊട്ടറ്റോ കറി കിഴങ്ങ് കറിയുടെ കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്നിന് സെറ്റായിക്കോളും. ഇനി ഒന്നും ചെയ്യാനില്ല, കുറച്ച് തേങ്ങ മാത്രം ലാസ്റ്റ് അരച്ച് ചേർക്കാനേ ഉള്ളൂ. പൊട്ടറ്റോ കറി എന്ന് പറയുന്ന ഒരു 95% ഓൾമോസ്റ്റ് സെറ്റായി റെഡിയായി. ഇനിയിപ്പോൾ രാവിലത്തെ നമ്മുടെ ചായയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തേയിലപ്പൊടിയും അതുപോലെ തന്നെ ഏലക്കയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ ചായയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊട്ടറ്റോ ഒരു 2 വിസിൽ ഒരു 3 വിസിലൊക്കെ കേട്ടപ്പോൾ നമുക്ക് പൊട്ടറ്റോ വെൽ കുക്കായിട്ടുണ്ട്. നമ്മുടെ ഒരു പാകത്തിനുള്ള കുക്കായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോകണ്ട, കുറച്ച് കടിക്കാനൊക്കെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 വിസിലും 3 വിസിലൊക്കെ കേട്ടപ്പോൾ നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാക്കി, ഒരുപാട് കിടന്ന് തിളയ്ക്കേണ്ട. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായാലും മതി. അപ്പോൾ നമ്മൾ പച്ചത്തേങ്ങ ഒരു പിടി തേങ്ങ അരച്ചത്, ആ തേങ്ങ അരച്ചതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. കുറച്ച് ചൂടുവെള്ളം അത് തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്തു. ഇനി എല്ലാം കൂടെ കിടന്നൊന്ന് ചൂടാവട്ടെ, ഒരു 2-3 മിനിറ്റ്സ് ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡേ സ്പെഷ്യൽ
സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്, പൊട്ടറ്റോ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഞാൻ പൊട്ടറ്റോ കറി റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ ആ എന്താ പറയുക ഗാർലിക്ക്, ഉള്ളി, കടുക് പൊട്ടിച്ചത് എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ തേങ്ങയുടെ ആ ഒരു തേങ്ങയുടെ ആ ഒരു രുചിയും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഈ പൊട്ടറ്റോ കറി കഴിക്കുന്നത്. അപ്പോൾ കറി കുറച്ച് എക്സ്ട്രാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ചപ്പാത്തിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. ഈ ഒരു മഞ്ഞ കളറിന് തേങ്ങ അരച്ച പൊട്ടറ്റോ കറി എന്ന് പറയുന്നത് എനിക്ക് ചപ്പാത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും കൂടിയിട്ടാണ് ഞാൻ കുറച്ച് എക്സ്ട്രാ റെഡിയാക്കിയത്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായി. ഞാനിതാ കഴിക്കാനായിട്ട് രണ്ട് ഇടിയപ്പത്തിൻ്റെ മുകളിലേക്ക് എനിക്ക് ആവശ്യത്തിന് വേണ്ട നമ്മുടെ കറി ഒഴിച്ചു, പിന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പം എല്ലാം കൂടെ ചേർത്തിട്ട് രാവിലെ നമ്മുടെ എന്താ പറയുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി ഫ്രഷ്ലി കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം ആദ്യം തന്നെ നല്ല ചൂട് ചായ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇപ്പോൾ ലഞ്ചിനാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് കഴിച്ചാൽ കുഴപ്പമില്ല, ഡിന്നറിനാണെങ്കിലും എന്തും നമുക്ക് ഒപ്പിച്ച് കഴിക്കാം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ആർഭാടത്തോടു കൂടി കഴിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ചൂട് ഇടിയപ്പവും നല്ല ചൂട് കിഴങ്ങ് കറിയും അതുപോലെ തന്നെ നല്ല ചൂട് ചായയും എല്ലാം കൂടെ ചേർത്തിട്ട് രാവിലെ ഒരു പിടി പിടിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇത് വെള്ളയപ്പത്തിനൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ ഒരു കറി എന്ന് പറയുന്നത് വെള്ളയപ്പത്തിനും അതുപോലെ തന്നെ എന്താ പറയുക ചപ്പാത്തിക്കും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓറഞ്ചും അതുപോലെ തന്നെ കുറച്ച് പീസ് വാട്ടർമെലണും കട്ട് ചെയ്ത് കഴിച്ചു. അതിനുശേഷം ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഫ്രൈഡേ സ്പെഷ്യൽ ബിരിയാണി. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ചിക്കൻ ദം ബിരിയാണിയാണ്. പിന്നെ അതിലേക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ബിരിയാണി വാങ്ങിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ബിരിയാണി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്ട്രാ ബിരിയാണി നമ്മുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് ആവി കയറ്റി. അപ്പോൾ തലേ ദിവസത്തെ ബിരിയാണി എന്ന് പറയുന്ന ആവി കയറ്റി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറയുക ഒരു ഈവനിങ് ഒരു ഡിന്നർ ടൈമോട് കൂടിയിട്ട് വാങ്ങിച്ച ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇന്ന് ലഞ്ചിന് നമ്മുടെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ലഞ്ചിന് ഈ ഒരു ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നും കൂടെ കഴിച്ചില്ലെങ്കിൽ അത് വെറുതെ നമ്മുടെ ബിരിയാണി വേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ നല്ല ചൂട് ആവി കയറ്റി അതേപടി ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തതാണ്. അപ്പോൾ ലെമൺ പിക്കിളും അതുപോലെ തന്നെ കേട് സവോള അത് ഞാൻ എടുത്തില്ല, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ ഒരു സവോള എടുത്ത് കുറച്ച് പച്ചമുളകും ഉപ്പും വിനേഗറും ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി അതാണ് നമ്മൾ എടുത്തത്. അതും എന്താ പറയുക ലെമൺ പിക്കിളും കൂട്ടിയിട്ട് എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പപ്പടവും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ചൂട് ബിരിയാണി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണി. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ബിരിയാണി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച വാഴയിലയിലൊക്കെ വിളമ്പി കഴിച്ച ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ഞാൻ ഹാഫ് പോർഷനെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കഴിച്ചുള്ളൂ. നേരെ ഹാഫ് പോർഷൻ ഞാനെടുത്ത് മാറ്റി, കാരണം നമുക്ക് അത്രയും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ലയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് ആണ് നമ്മൾ ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി. ഞാൻ ആ വീഡിയോയിലും പറഞ്ഞു അവിടുത്തെ ചിക്കൻ ബിരിയാണിയുടെയൊക്കെ ആ ഒരു മസാല എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ബിരിയാണി അടിപൊളിയാണ്, നല്ല സൂപ്പറായിട്ടുള്ള. ഇപ്പം ബീഫ് ബിരിയാണി ആണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ആണെങ്കിലും അവരുടെ ബിരിയാണി അടിപൊളി മസാലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് കടവത്തൂർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ മീൽസ് എനിക്കിപ്പോൾ അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കഴിവതും അവിടെ നിന്ന് അധികം മീൽസ് അതുപോലെ തന്നെ പൊതിച്ചോറ് ആ വക ഐറ്റംസ് ഒന്നും അധികം കഴിക്കാറില്ല. അപ്പോൾ കയറുവാണെങ്കിലും അവിടുത്തെ ബിരിയാണി ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ബിരിയാണിയാണ് ഇടയ്ക്കൊക്കെ നമ്മൾ കയറുമ്പോൾ കഴിക്കുന്നത്. പിന്നെ ഡിന്നറിന് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെന്തോ അവിടുത്തെ മീൽസിൻ്റെ കറികൾ ഇപ്പോൾ അത്ര അങ്ങോട്ട് പോരാ.
അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും കുറച്ച് മധുരമായിട്ട് കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും പിസ്തായും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഓട്സ് ഓറിയൻറ്റഡ് ബിസ്ക്കറ്റ്, ഭയങ്കര അടിപൊളി ബിസ്ക്കറ്റായിരുന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് നട്ട്സും അതുപോലെ തന്നെ പിസ്തായും ഒരുപാട് നട്ട്സൊക്കെ ഒരുപാട് കഴിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചേർത്തിട്ട് 1-2 ബിസ്ക്കറ്റ് കഴിച്ചു. പിന്നെ ഇത് നമ്മുടെ നോർമൽ നാട്ടിലൊക്കെ കിട്ടുന്ന നമ്മുടെ മസാല കുക്കീസ്, കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ കുറച്ച് കൂടുതലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല കുക്കീസ് കഴിച്ചു ഈവനിങ് ആയപ്പോൾ. പിന്നെ അതിനുശേഷം നമ്മൾ ആ ബിരിയാണിയുടെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് നൂഡിൽസും കൂടി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിഞ്ഞ ഡേയിൽ വാങ്ങിച്ചിരുന്നു. അപ്പോൾ കുറച്ച് ഒരു ഹാഫ് പോർഷൻ ബിരിയാണിയും അതുപോലെ തന്നെ ഒരു ഹാഫ് നൂഡിൽസുമാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം വിത്തൗട്ട് ക്യാപ്സിക്കം എന്നവരോട് പറയാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ചിക്കൻ നൂഡിൽസാണ്. ചിക്കൻ നൂഡിൽസ് ആണെങ്കിലും ഇതൊരു മിക്സ്ഡ് നൂഡിൽസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ വെജീസും എഗ്ഗും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മൈൽഡ് ഫ്ലേവറായിട്ടുള്ള, അതായത് ഒരുപാട് സോസസും കാര്യങ്ങളും ഒന്നും വലിച്ചു വാരി ഒഴിക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നൂഡിൽസ്. അപ്പോൾ ഈവനിങ്ങിൽ കുറച്ച് കുക്കീസും അതുപോലെ തന്നെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് നൂഡിൽസൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ രാത്രി ഒരു 7-7:30-8 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് പോയി കുറച്ച് പർച്ചേസും കാര്യങ്ങളും അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പർച്ചേസ് വീഡിയോയും കാര്യങ്ങളും ഒന്നും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സിലിക്കൺ ഒയാസിസിലെ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിലാണ്, വസന്ത ഭവൻ, കംപ്ലീറ്റ് തമിഴ്നാട് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറിയ പാടെ തന്നെ ഇപ്പോൾ UAE തണുപ്പൊക്കെ കുറച്ച് മാറി തുടങ്ങുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, കുട്ടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയൊരു കണ്ടീഷനാണ്. എന്നാൽ തണുപ്പുമല്ല ചൂടുമല്ല, അതിൻ്റെ ബിറ്റ്വീനിൽ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ തണുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തണുപ്പെന്ന് പറയുന്നത് എക്സ്ട്രീം തണുപ്പുണ്ടായിരുന്ന സമയത്ത് എക്സ്ട്രീം തണുപ്പായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു എന്താ പറയുക ഫെബ്രുവരി ഹാഫോട് കൂടിയിട്ട് തണുപ്പ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ആദ്യമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ വിൻ്ററിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നല്ല അടിപൊളി പതപ്പിച്ച നല്ല ചൂട് കോഫി കുടിച്ചു. ഒരു കപ്പ് ചൂട് കോഫി കുടിച്ചു. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. പിന്നെ ഈയിടെയായിട്ട് എനിക്ക് ഇവിടുത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈസൂർ മസാല ദോശയാണേ. അപ്പോൾ ആ ദോശയുടെ മുകളിലേക്ക് അവർ ഒരു മൈസൂർ മസാല സ്പ്രെഡ് ചെയ്യും. അതിനുശേഷം നമ്മുടെ നോർമൽ എന്താ പറയുക മസാല പൊട്ടറ്റോ മസാല അങ്ങ് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഉണ്ടല്ലോ ആ ഒരു സ്പൈസും ആ പൊട്ടറ്റോയുടെ ഒരു ലൈറ്റ് സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ മസാല ദോശ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് നോർമൽ മസാല ദോശ കഴിക്കുന്നതിലും മൈസൂർ മസാല ദോശ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഓവർ സ്പൈസ് എന്നല്ല പറഞ്ഞത്, ഒരു മൈൽഡായിട്ടുള്ള ഒരു എരിവും എല്ലാം കൂടെ ചേർത്തിട്ട്. പിന്നെ ഇവരുടെ സാമ്പാർ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ ടേസ്റ്റി സാമ്പാറാണ്. പിന്നെ അതിൻ്റെ കൂടെ വൈറ്റ് ചട്നിയും ഒരു ഗ്രീൻ ചട്നിയും അതുപോലെ തന്നെ എന്താ പറയുക റെഡ് ചട്നിയും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്തിട്ട് മസാല ദോശ കഴിച്ചു. പിന്നെ ഞാൻ അടുത്ത എൻ്റെ ഉന്നം എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് പൂരി ബാജിയായിരുന്നു. ഫ്രഷ്ലി പ്രിപ്പയർ ആയിരുന്നു. നല്ല ചൂട് പൂരി പൊരിച്ച് അവിടെ എന്താ പറയുക ഒന്ന് പിച്ചിയപ്പോഴത്തേനും ആ കൈ അങ്ങ് പൊള്ളി. നല്ല ചൂടായിട്ടുള്ള സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പൂരിയും അതുപോലെ തന്നെ പൊട്ടറ്റോ പൂരി ബാജി ഉണ്ടല്ലോ, അപ്പോൾ അതും. പിന്നെ സാറ കഴിച്ചത് നോർമൽ മസാല ദോശയായിരുന്നു. പിന്നെ ഇക്ക കഴിച്ചത് ഇഡ്ഡലി സെറ്റായിരുന്നു. അപ്പോൾ സൈറൂന് ഞാൻ കുറച്ച് നമ്മുടെ മസാല ദോശയായിട്ടും ഇഡ്ഡലിയൊക്കെ ആയിട്ട് കുറച്ച് പിച്ച് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഇവിടുത്തെ ഓരോ ഐറ്റംസും നല്ല സ്റ്റാൻഡേർഡ് രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നതും അവർ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൈഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി, ലഞ്ചിന് ചിക്കൻ ദം ബിരിയാണിയും. പിന്നെ ഫ്രൈഡേ ആണ്, അതുപോലെ തന്നെ വീക്കെൻഡ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു കൊച്ച് ഡിന്നർ, പ്യുവർ വെജിറ്റേറിയൻ ഡിന്നറും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ സാറ്റർഡേയിൽ ഞാൻ നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു, വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ സാറ്റർഡേയിലെ നമ്മുടെ എന്താ പറയുക വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ